ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. വടക്കാഞ്ചേരി തെക്കുംകര സ്വദേശി റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ പിടിയിലെന്ന് വീഡിയോ സന്ദേശം എത്തിയതോടെ ആശങ്കയിലായി വീട്ടുകാരും നാട്ടുകാരും. തെക്കുംകര കൂത്തുപാറ തെക്കേ മുറിയിൽ ജെയിനാണ് ഇവരിൽ നിന്നും രക്ഷിക്കണമെന്ന അപേക്ഷയുമായി വീഡിയോ സന്ദേശം അയച്ചിരിക്കുന്നത്. My name is Jain D.K. I am from Kerala. Right now, I am in the Russian army. I had an accident in January 2025. Still, I am admitted in a hospital in Moscow. Me and my brother-in-law arrived in Russia in April 4, 2024 for a job in a canteen. After that, we recruited in a Russian army without our consent and as sent to the war field. On January 4, 2025, my brother-in-law died in a drone attack and I was admitted in the hospital with a serious injury. My 1-year contract with the Russian army will finish on 14th April 2025, but it is likely to be renewed by Russian military without our permission and maybe will be sent me again into the war front. Therefore, I humbly request to the Indian Honorable Prime Minister Narendra Modi sir and the government and embassy to take this matter seriously and take necessary action to return me in India. If I continue in the Russian army, I will lose my life. Please help to me return India. Please help me. യുക്രൈനുമായുള്ള യുദ്ധത്തിനിടെ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ് മോസ്കോയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ജെയിൻ. കൂലിപ്പട്ടാളക്കാരനായാണ് ജെയിൻ റഷ്യയിലെത്തിയത്. കൂലിപ്പട്ടാളക്കാരനായി 1 വർഷം കഴിഞ്ഞതോടെ കരാർ കഴിഞ്ഞെങ്കിലും പുതുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ജെയിൻ. ഇതിനിടെയാണ് നാട്ടിലെത്താൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ടുള്ള വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ എംബസിക്കും ജെയിൻ സന്ദേശം അയച്ചിട്ടുണ്ട്. പരിശീലനം ലഭിക്കാതെ യുദ്ധത്തിനിറക്കിയതാണ് പരിക്കേൽക്കാൻ കാരണമെന്നും പറയുന്നു. ജെയിനിന്റെ സഹോദരി ഭർത്താവ് യുദ്ധത്തിൽ ജനുവരി 4 മരിച്ചിരുന്നു. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.